സുഹൃത്തുക്കളായ എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. ഗോവിന്ദത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. നിങ്ങളുടെ ഇന്നത്തെ ദിവസം സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭദിനം നേരുന്നു. നമുക്കിന്ന് മറ്റൊരു കഥ കേൾക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നെയ്ത്തുകാരനെ മഹാവിഷ്ണു സഹായിച്ച കഥ കേട്ടു. ഇത് നമുക്ക് നന്ദി കെട്ട ഒരു മനുഷ്യൻ്റെ കഥയാണ് കേൾക്കാനുള്ളത്. ആ കഥ ഞാൻ നിങ്ങളോട് പറയാം. പണ്ടൊരു ഗ്രാമത്തിൽ ദരിദ്രനായ ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. പട്ടിണി സഹിക്കാനാവാതെ വന്നപ്പോൾ ഒരു ദിവസം അയാളുടെ ഭാര്യ പറഞ്ഞു, നിങ്ങൾക്ക് കണ്ണിൽ ചോരയില്ലേ? ഞാനും മക്കളുമെല്ലാം പട്ടിണി കിടന്ന് മരിക്കാറായി. ഇങ്ങനെ വീട്ടിൽ ചുരുണ്ടുകൂടി ഇരിക്കാതെ വല്ലയിടത്തും ചെന്ന് ആഹാരത്തിനുള്ള വക കണ്ടെത്ത്. അത് കേട്ട് ബ്രാഹ്മണൻ വീട്ടിൽ നിന്നിറങ്ങി എങ്ങോട്ടെന്നില്ലാതെ നടന്ന് അയാൾ ഒരു കാട്ടിലെത്തിച്ചേർന്നു. വല്ലാത്ത ദാഹം. അല്പം വെള്ളം കിട്ടുമോ എന്നറിയാൻ അയാൾ ചുറ്റും നോക്കി. അപ്പോഴാണ് കുറച്ചകലെ ഒരു പൊട്ടക്കിണർ കണ്ടത്. ബ്രാഹ്മണൻ ഉടനെ അങ്ങോട്ട് നടന്നു. അടുത്തെത്തിയപ്പോൾ അതിനുള്ളിൽ അയാൾ ഒരു കാഴ്ച കണ്ടു. അതാ കിണറ്റിൽ നിന്നും രക്ഷപ്പെടാനാവാതെ കിടക്കുന്നു ഒരു കടുവയും കുരങ്ങനും പാമ്പും ഒപ്പം ഒരു മനുഷ്യനും. ബ്രാഹ്മണനെ കണ്ട് കടുവ വിളിച്ചു പറഞ്ഞു, എന്നെ രക്ഷിക്കണേ, ഭാര്യയും മക്കളും വീട്ടിൽ എന്നെ കാത്തിരിക്കുന്നു. എന്നെ കാണാതെ അവർ വിഷമിക്കുന്നുണ്ടാവും. ദയവായി എന്നെ രക്ഷിക്കണേ. അത് കേട്ട് ബ്രാഹ്മണൻ പേടിയോടെ ഇങ്ങനെ പറഞ്ഞു, ഇല്ല, ഞാൻ നിന്നെ രക്ഷിക്കില്ല. നിന്നെ കാണുമ്പോഴേ ആരും പേടിച്ചു വിറയ്ക്കും. മഹാഭയങ്കരനായ നിന്നെ രക്ഷിച്ചാൽ നീ എന്നെയും തിന്നും. കടുവ സത്യം ചെയ്തു പറഞ്ഞു, ഒരിക്കലുമില്ല. എന്നെ രക്ഷിച്ചാൽ അങ്ങയെ ഞാൻ തൊടുക പോലുമില്ലെന്ന് ഇതാ വാക്ക് തരുന്നു. അത് കേട്ട് ബ്രാഹ്മണൻ അല്പം ആലോചിച്ചു. എന്നിട്ട് കടുവയെ കിണറ്റിൽ നിന്നും വലിച്ചു കയറ്റി. പിന്നെ കിണറ്റിൽ കിടന്ന കുരങ്ങനെയും. അപ്പോൾ പാമ്പ് അപേക്ഷിച്ചു, മഹാബ്രാഹ്മണ, നല്ലവനായ അങ്ങ് എന്നെയും ഈ കിണറ്റിൽ നിന്ന് രക്ഷിക്കില്ലേ? ഒരിക്കലുമില്ല. നിന്റെ ചീറ്റൽ കേൾക്കുന്നത് തന്നെ എനിക്ക് പേടിയാണ്. പിന്നെയല്ലേ നിന്നെ സ്പർശിക്കുന്നത്? പാമ്പ് പറഞ്ഞു, ഞങ്ങൾ പാമ്പുകൾ ആരെയും വെറുതെ ദ്രോഹിക്കാറില്ല. അങ്ങ് എന്നെ പിടിച്ചു കയറ്റിയാൽ ഞാൻ അങ്ങയെ ഉപദ്രവിക്കില്ലെന്ന് ഇതാ സത്യം ചെയ്യുന്നു. അത് കേട്ട് ബ്രാഹ്മണൻ ഭയത്തോടെയാണെങ്കിലും പാമ്പിനെയും വലിച്ചു കരയ്ക്ക് കയറ്റി. ആ ജന്തുക്കൾ ബ്രാഹ്മണനോട് നന്ദി പറഞ്ഞ് അവിടെ നിന്ന് പോയി. കിണറ്റിൽ കിടക്കുന്ന ആ മനുഷ്യനെ വിശ്വസിക്കരുത്. മഹാദുഷ്ടനാണ് അയാൾ. അതുകൊണ്ട് അങ്ങ് അയാളെ മാത്രം രക്ഷിക്കരുത്. അവർ ഒരേ സ്വരത്തിൽ ബ്രാഹ്മണന് താക്കീത് നൽകിയിട്ടാണ് അവിടെ നിന്ന് പോയത്. പോകാൻ നേരം കടുവ പറഞ്ഞു, ആ കാണുന്ന പർവ്വതത്തിന് താഴെയാണ് എൻ്റെ ഗുഹ. അങ്ങേക്ക് എൻ്റെ സഹായം വേണമെന്ന് തോന്നുമ്പോൾ അങ്ങോട്ട് വരാം. അത് പറഞ്ഞ് കടുവ നടന്നുപോയി. അപ്പോൾ കുരങ്ങൻ പറഞ്ഞു, ആ ഗുഹയുടെ അടുത്തുള്ള വെള്ളച്ചാട്ടത്തിനരികിലാണ് ഞാൻ താമസിക്കുന്നത്. താങ്കൾക്ക് ഞാൻ താമസിക്കുന്ന വീട്ടിലേക്കും സ്വാഗതം. കുരങ്ങനും നടന്നകന്നു. ഉടനെ പാമ്പ് പറഞ്ഞു, അങ്ങക്ക് എന്നെക്കൊണ്ട് എന്തെങ്കിലും അത്യാവശ്യം നേരിടുകയാണെങ്കിൽ എന്നെക്കുറിച്ച് ഓർത്താൽ മതി. ആ നിമിഷം ഞാൻ എത്തിക്കൊള്ളാം. ഇങ്ങനെ പറഞ്ഞിട്ട് പാമ്പും ഇഴഞ്ഞുപോയി. അപ്പോൾ കിണറ്റിൽ കിടന്ന മനുഷ്യൻ വിളിച്ചു പറഞ്ഞു, അയ്യോ, എന്നെ കൂടി രക്ഷിക്കണേ. അയാളുടെ ആവർത്തിച്ചുള്ള അപേക്ഷ കേട്ട് ദയ തോന്നിയ ബ്രാഹ്മണൻ അയാളെയും കിണറ്റിൽ നിന്ന് കൈപിടിച്ച് കരയ്ക്ക് കയറ്റി. ഞാൻ പട്ടണത്തിലെ സ്വർണ്ണപ്പണിക്കാരനാണ്. താങ്കൾക്ക് ആഭരണം വല്ലതും പണിയേണ്ടി വരികയാണെങ്കിൽ എന്നെ സമീപിക്കുക. അതും പറഞ്ഞ് അയാളും നടന്നകന്നു. ബ്രാഹ്മണൻ വീണ്ടും തൻ്റെ യാത്ര തുടർന്നു. എന്നാൽ കുറേ നാൾ അലഞ്ഞു തിരിഞ്ഞിട്ടും അയാൾക്ക് പണമോ ജോലിയോ ഒന്നും തരപ്പെട്ടില്ല. നിരാശയോടെ ബ്രാഹ്മണൻ വീട്ടിലേക്ക് തിരികെ പോകാൻ ഉറച്ചു. മടക്കയാത്രയിൽ അയാൾ താൻ രക്ഷപ്പെടുത്തിയ ജന്തുക്കളെക്കുറിച്ച് ഓർത്തു. ഏതായാലും അവരെ ഒന്ന് കണ്ടുകളയാം. ഇങ്ങനെ വിചാരിച്ച് ബ്രാഹ്മണൻ ആദ്യം കുരങ്ങൻ്റെ താമസ സ്ഥലത്തെത്തി. കുരങ്ങൻ ബ്രാഹ്മണനെ വളരെ സന്തോഷപൂർവ്വം സ്വീകരിച്ച് കുടിക്കാൻ തേനും കഴിക്കാൻ മധുരമുള്ള പഴങ്ങളും നൽകി. പിന്നെ ബ്രാഹ്മണൻ പോയത് കടുവയുടെ ഗുഹയിലേക്കാണ്. കടുവയും അദ്ദേഹത്തെ ആഹ്ലാദത്തോടെ വരവേറ്റു. പോകാൻ നേരം കടുവ ഒരു സ്വർണ്ണമാല ബ്രാഹ്മണന് സമ്മാനിച്ചു. എന്നിട്ട് പറഞ്ഞു, കാട്ടിലെത്തിയ ഒരു രാജകുമാരൻ്റെ കഴുത്തിൽ കിടന്നതാണ്. വിശപ്പു സഹിക്കാതെ അയാളെ ഞാൻ കൊന്നു തിന്നു. ഈ മാല ഞാൻ അങ്ങേക്കായി എടുത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു. തൻ്റെ കുടുംബത്തിൻ്റെ പട്ടിണി മാറ്റാൻ ഈ മാല കൊണ്ട് സാധിച്ചേക്കുമെന്ന് കരുതി ബ്രാഹ്മണൻ മാലയും വാങ്ങി തിരിച്ചു വീട്ടിലേക്ക് നടന്നു. പട്ടണത്തിലെത്തിയപ്പോൾ ബ്രാഹ്മണന് താൻ രക്ഷിച്ച സ്വർണ്ണപ്പണിക്കാരനെക്കുറിച്ച് ഓർമ്മ വന്നു. അയാളെ കണ്ട് കടുവ സമ്മാനിച്ച സ്വർണ്ണമാല വിൽക്കാം. ഇങ്ങനെ കരുതി അയാൾ സ്വർണ്ണപ്പണിക്കാരൻ്റെ വീട്ടിലെത്തി. സ്വർണ്ണപ്പണിക്കാരൻ ബ്രാഹ്മണനെ സ്വീകരിച്ചു. ബ്രാഹ്മണൻ മാല അയാളെ ഏൽപ്പിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇതെനിക്ക് നല്ല വിലയ്ക്ക് വിറ്റ് തരണം. മാല കണ്ട് സ്വർണ്ണപ്പണിക്കാരൻ അമ്പരന്നു. ഇത് താൻ രാജകുമാരന് വേണ്ടി നിർമ്മിച്ചു നൽകിയ മാലയാണല്ലോ. ഇതുടനെ രാജാവിനെ ഏൽപ്പിക്കാം. രാജാവ് തനിക്ക് നല്ല സമ്മാനങ്ങൾ നൽകാതിരിക്കില്ല. ഇങ്ങനെ കരുതി സ്വർണ്ണപ്പണിക്കാരൻ സൂത്രത്തിൽ മാലയുമായി പുറത്തേക്ക് നടന്നു.
രാജകൊട്ടാരത്തിലെത്തി അയാൾ മാല രാജാവിനെ ഏൽപ്പിക്കുകയാണ്. ഇത് തൻ്റെ കുമാരൻ്റെ മാലയാണല്ലോ, ഇത് നിങ്ങൾക്കെങ്ങനെ കിട്ടി? രാജാവ് ചോദിച്ചു. പ്രഭു, ഇത് ഒരു ബ്രാഹ്മണൻ വിൽക്കാനായി കൊണ്ടുവന്നതാണ്. അയാൾ എൻ്റെ വീട്ടിലിരിപ്പുണ്ട്, സ്വർണ്ണപ്പണിക്കാരൻ പറഞ്ഞു. ഉടനെ രാജാവ് പറഞ്ഞു, എങ്കിൽ കുമാരനെ കൊന്നത് അയാൾ തന്നെ. ആരവിടെ? ആ ദുഷ്ടനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരൂ. നാളെ രാവിലെ അയാളുടെ ശിരച്ഛേദവും നടത്തണം. രാജാവ് ഭടന്മാരോട് ഇങ്ങനെ കൽപ്പിച്ചു. വൈകാതെ തന്നെ അവർ ബ്രാഹ്മണൻ്റെ അടുത്തെത്തി അയാളെ പിടികൂടി ചങ്ങലയിൽ കെട്ടി വരിഞ്ഞ് രാജാവിൻ്റെ മുമ്പിൽ ഹാജരാക്കുകയാണ്. അയാൾ ഉടനെ കൃഷ്ണസർപ്പത്തിൻ്റെ വാക്കുകൾ ഓർമ്മിക്കുകയാണ്. അത്യാവശ്യ സമയത്ത് എന്നെ ഓർമ്മിച്ചാൽ മാത്രം മതി എന്നല്ലേ അന്ന് സർപ്പം പറഞ്ഞത്? ബ്രാഹ്മണൻ സർപ്പത്തെ സ്മരിച്ചു. ഉടനെ സർപ്പം ബ്രാഹ്മണൻ്റെ അടുത്തെത്തി. എന്നെ ഈ ചങ്ങലയിൽ നിന്നും മോചിപ്പിച്ചാലും. സർപ്പം പറഞ്ഞു, അതിനൊരു വഴിയുണ്ട്. ഞാൻ ഉടനെ മഹാറാണിയെ കടിക്കും. മഹാറാണി വിഷമേറ്റ് മയങ്ങും. ലോകത്തെ ഒരു വൈദ്യനും അവരെ രക്ഷിക്കാനാവില്ല, താങ്കൾക്കൊഴികെ. താങ്കൾ സ്പർശിക്കുന്ന മാത്രയിൽ മഹാറാണി എഴുന്നേൽക്കുകയും ചെയ്യും. ഇങ്ങനെ പറഞ്ഞ് സർപ്പം സ്ഥലം വിട്ടു. താമസിയാതെ മഹാറാണിക്ക് സർപ്പത്തിൻ്റെ ദംശനമേറ്റു. വാർത്ത നാടാകെ പരന്നു. റാണിയെ രക്ഷിക്കാൻ രാജാവ് പല വൈദ്യന്മാരെയും വരുത്തി. മറുനാട്ടിൽ നിന്ന് വരെ വൈദ്യന്മാർ വന്ന് ശ്രമിച്ചു. എന്നാൽ അവർക്കാർക്കും അതിന് സാധിച്ചില്ല. മഹാറാണിയെ ഞാൻ രക്ഷിക്കാം, ബ്രാഹ്മണൻ ഭടന്മാരോട് പറഞ്ഞു. അതറിഞ്ഞ രാജാവ് അയാളെ ബന്ധന വിമുക്തനാക്കാൻ കൽപ്പിച്ചു. ബ്രാഹ്മണൻ ഒന്ന് സ്പർശിക്കേണ്ട താമസം മഹാറാണി മയക്കം വിട്ടുണർന്നു. രാജാവിന് സന്തോഷം സഹിച്ചില്ല. അദ്ദേഹം ബ്രാഹ്മണനെ വണങ്ങി. എന്നിട്ട് ചോദിച്ചു, പറയൂ, എങ്ങനെയാണ് അങ്ങയുടെ പക്കൽ കുമാരൻ്റെ സ്വർണ്ണമാല എത്തിയത്? അപ്പോൾ ബ്രാഹ്മണൻ അതുവരെ നടന്നതെല്ലാം രാജാവിനെ പറഞ്ഞു കേൾപ്പിച്ചു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ രാജാവ് കോപത്തോടെ പറഞ്ഞു, ദുഷ്ടനായ ആ സ്വർണ്ണപ്പണിക്കാരനെ ഉടനെ തുറുങ്കിലടയ്ക്കൂ. എന്നിട്ട് അദ്ദേഹം ബ്രാഹ്മണന് കൈ നിറയെ സമ്മാനങ്ങൾ നൽകി. അയാളുടെ പട്ടിണിയും ദാരിദ്ര്യവുമെല്ലാം അതോടെ മാറുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നല്ല സുഹൃത്തുക്കളുടെ ഉപദേശം സ്വീകരിക്കാത്തവർ ആപത്തിൽ പെടുമെന്ന്. ദമനകൻ ഇങ്ങനെ പറഞ്ഞു നിർത്തി. ഞാൻ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ആ കാളയ്ക്കൊരു താക്കീത് കൊടുത്താലോ? പിങ്കളകൻ ചോദിച്ചു. അരുത്, വാക്കുകൊണ്ടല്ല പ്രവൃത്തി കൊണ്ടാണ് ശത്രുവിന് താക്കീത് കൊടുക്കേണ്ടത്, ദമനകൻ പറഞ്ഞു. ശരി ശരി, എന്നാലും വെറും ഒരു പുല്ലുതീനിയായ കാളയ്ക്ക് മാംസം തിന്നുന്ന എന്നെ എന്തു ചെയ്യാൻ കഴിയും? സിംഹം വീണ്ടും ചോദിക്കുകയാണ്. ഉടനെ ദമനകൻ ഇങ്ങനെ പറഞ്ഞു, അവന് നേരിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല, പക്ഷേ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കാൻ കഴിയും. ഉദാഹരണത്തിന്, ആ കാളയുടെ ചാണകത്തിൽ ധാരാളം പുഴുക്കളുണ്ട്. അങ്ങയുടെ ദേഹത്താണെങ്കിൽ കടുവകളും കാട്ടുപോത്തുകളും ആനകളും മറ്റുമായി യുദ്ധം ചെയ്തുണ്ടായ മുറിവുകളും. ഈ മുറിവുകളിൽ കൂടി പുഴുക്കൾ കടന്നാൽ അങ്ങേക്ക് എന്ത് സംഭവിക്കുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ? മരണം. ദമനകൻ്റെ വാക്കുകൾ കേട്ട് സിംഹം ഒന്ന് വിരണ്ടു. ദമനകൻ തുടർന്നു, സ്വന്തം വാസസ്ഥലം അപരിചിതരുമായി പങ്കിടരുതെന്നാണ് ചൊല്ല്. അഗ്നിമുഖൻ എന്ന മൂട്ടയ്ക്ക് ഇടം കൊടുത്തത് മൂലം മന്ദവിസർപ്പി എന്ന വെള്ളപ്പേനിന് സംഭവിച്ചത് എന്താണെന്ന് അറിയില്ലേ? ദമനകൻ വീണ്ടും ആ മൂട്ടയുടെയും വെള്ളപ്പേനിൻ്റെയും കഥ പറയാൻ തുടങ്ങി. മൂട്ട, വെള്ളപ്പേൻ എന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഇതെല്ലാം പഴയ കഥയാണ്. നമുക്ക് ആ കഥയുമായി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. അടുത്തത് മന്ദവിസർപ്പി എന്ന വെള്ളപ്പേനും അഗ്നിമുഖൻ എന്ന മൂട്ടയും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.